സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനും സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനുമുള്ള ഷാലോൻ ടിവിയുടെ ഒരു പഠന ശിബിരമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മോടൊപ്പമായിരിക്കുന്നത് CBCI ദേവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലോം സൺഡേ സ്കൂളിലെയും പറമ്പ സൺഡേ സ്കൂളിലെയും മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന കഴിഞ്ഞ എപ്പിസോഡിലെ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും ചർച്ചകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുമായി ബഹുമാനപ്പെട്ട പാംബ്ലാനി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോ കുരിശുമരണത്തിന് മുമ്പ് ഈശോയെ ചുമന്ന കുപ്പായവും ഞാങ്ങണയും ഉൾക്കിരീടവും ധരിച്ചു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? കൂടാതെ അന്ന് കുരിശുമരണം മരിച്ച എല്ലാവർക്കും ഇത് നൽകിയിരുന്നോ, അതോ ഈശോയ്ക്ക് മാത്രം നൽകിയതാണോ? ഒന്ന് വിശദമാക്കാവോ? കുരിശ് വധശിക്ഷാ രീതി എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഒന്ന്, സാറിൻ്റെ ചോദ്യത്തിന് ആദ്യമേ പറയാം, ഈശോയ്ക്ക് കിട്ടിയ രീതിയിലുള്ള പീഡനങ്ങൾ എല്ലാവർക്കും കിട്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത്രയും കിട്ടണമെന്നില്ല. ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചും കയ്യിലിരിപ്പ് അനുസരിച്ചും കിട്ടുന്ന അടിക്ക് മാറ്റം വരും, ഇല്ലേ? പോലീസ് സ്റ്റേഷൻ ചെന്നാൽ എല്ലാവർക്കും തുല്യ അടിയല്ലല്ലോ കിട്ടുന്നു, ഇല്ലേ? പറയുന്ന മറുപടിക്ക് അനുസരിച്ച് അടിയുടെ എണ്ണം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാറുണ്ട്, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഈശോ വാസ്തവത്തിൽ ചുവന്ന മേലങ്കിയും മുൾക്കിരീടവും ധരിച്ചതിൻ്റെ ഉദ്ദേശം ഈശോയെക്കുറിച്ചുള്ള ആരോപണം അതായതുകൊണ്ട്. ഈശോയ്ക്ക് എതിരെയുള്ള ആരോപണം എന്താണ്? ഇവൻ യഹൂദരുടെ രാജാവാണ്, സ്വയം രാജാവാകാൻ ഇവൻ ശ്രമിച്ചു, അതുകൊണ്ട് ഇവൻ സീസറിൻ്റെ ശത്രുവാണ്. രാജവേഷമാണ് ഏത്? ചുവന്ന മേലങ്കി. അമ്പട രാജാവേ എന്നും പറഞ്ഞ് ഒരു ചുവന്ന മേലങ്കി പുതപ്പിക്കുന്നു. ചുവന്ന മേലങ്കി പുതപ്പിച്ചേച്ചിട്ട് എന്ത് ചെയ്തു? മുൾക്കിരീടം വെച്ചു, മുള്ളുകൊണ്ടുള്ള കിരീടം അത് വെച്ചേച്ചിട്ട് തലയ്ക്കിട്ട് അടിച്ചിറക്കുന്നു. അപ്പോൾ ഒരു 3-4 ഇഞ്ച് വരെയും ആഴ്ന്നിറങ്ങുന്നതാണ്. അതായത് നമ്മുടെ തലയോടിനകത്തേക്കല്ല, ചില ഇരുമ്പ് മുള്ളുകൾ ഉണ്ടെങ്കിൽ തലയോട് പോലും പിളർക്കാൻ തക്ക വിധത്തിൽ ക്രൂരമായിരുന്നു ഈ മുൾമുടി ധാരണ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് അങ്ങേയറ്റം വേദനാജനകമാണ്. അത് ഈശോയ്ക്ക് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈശോ രാജാവാണ് എന്നുള്ളതാണ് ഈശോയ്ക്കെതിരെയുള്ള ആക്ഷേപം. ഈ ഓരോരുത്തരും ചെയ്ത തെറ്റിന് ആനുപാതികമായ അഡീഷണൽ ശിക്ഷയുണ്ടാകും കുരിശുവധത്തോടനുബന്ധിച്ച്. കുരിശിൽ തറയ്ക്കപ്പെടുന്നവർക്ക് കോമൺ ആയിട്ടുള്ള കുറേ ശിക്ഷകളുണ്ട്. അതുകൂടാതെ അവൻ്റെ മേൽ ഉന്നയിക്കപ്പെട്ട അല്ലെ അവൻ ചെയ്തിട്ടുള്ള തെറ്റിന് ആനുപാതികമായ ശിക്ഷ ഉണ്ടാകും. ഇപ്പം കൈകൊണ്ട് ആരെയെങ്കിലും റോമൻ പടയാളിയെ അടിച്ചവനാണ് എങ്കിൽ അവനെയും കുരിശെ തറച്ച് കൊല്ലും. പക്ഷെ അതിനു മുമ്പ് അവൻ അടിച്ച കയ്യ് ചതച്ച് ഒടിച്ചു കളയുന്ന പതിവുണ്ടായിരുന്നു എന്ന് യഹൂദ ചരിത്രകാരനായ ജോസേഫൂസ് പറയുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത ശിക്ഷയ്ക്ക് ആനുപാതികമായ അഡീഷണൽ ശിക്ഷകൾ നൽകിയിരുന്നു. അതിൽപ്പെട്ട ഒരു ശിക്ഷ നടപടിയാണ് ഏത്? ഈശോ ഇപ്രകാരം ചുവന്ന മേലങ്കിയും മുൾക്കിരീടവും ധരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈശോയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മുൾമുടിയും ഈ ഞാങ്ങണിയും ഈ ചുമന്ന കുപ്പായവും എന്നാണോ വെച്ചാൽ? അതെ, അതായത് ഈശോയോടൊപ്പം കുരിശ് തറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയവർക്കാർക്കും മുൾമുടി ധരിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ ന്യായമില്ല. കാരണം എന്താണ്? ഈശോ മാത്രമാണ് അവരുടെ ദൃഷ്ടിയിൽ യഹൂദ രാജാവാകുന്നത്. രാജാവാകുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹത്തിന് തുല്യമാണ്. കാരണം ഒരു രാജ്യത്ത് ഒരു രാജാവ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റോമൻ ചക്രവർത്തിയുടെ ഭരണമാണ്. അതുകൊണ്ടാണ് കയ്യാപ്പാസും കൂട്ടരും വിളിച്ചു പറയുന്നത്, നീ ഇവനെ കുരിശെ തറച്ചില്ല എങ്കിൽ
നീ സീസറിൻ്റെ ശത്രുവാ. പീലാത്തോസ് വരണ്ടു പോയത് അവിടെയാണ്. നീ സീസറിൻ്റെ ശത്രുവാ. സ്വയം രാജാവാകാൻ ശ്രമിക്കുന്നവനൊക്കെ സീസറിൻ്റെ ശത്രുവാ. സീസറിനെ വെല്ലുവിളിച്ചവനെ നീ ഇപ്പോൾ കൊല്ലുന്നില്ല എങ്കിൽ നീയും സീസറിൻ്റെ ശത്രുവാണ്, നിനക്കും വധശിക്ഷ കിട്ടും എന്നാണ് കയ്യാപ്പാസ് പീലാത്തോസിനെ പേടിപ്പിക്കുന്നത്. പാവം പീലാത്തോസ് വരണ്ടു പോയത് ആ ആരോപണത്തിൻ്റെ മുന്നിലാണ്. അവിടെയാണ് നമ്മൾ ഈ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അതായത് ഞാങ്ങണ രാജാവിൻ്റെ അംശവടിയാണ്. അതുപോലെ തന്നെ മേലങ്കി, ചുവന്ന മേലങ്കി ധരിക്കുക രാജാവിന് മാത്രം അർഹതപ്പെട്ടതാണ്. അതുപോലെ തന്നെ കിരീടം ധരിക്കുക. ഇത് മൂന്നും രാജചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളാണ് ഇവർ യേശുവിനെ അപമാനിക്കാൻ ഉപയോഗിക്കുക. യഥാർത്ഥത്തിൽ രാജാവ് ഇതെല്ലാം സഹിക്കുമ്പോൾ എന്താണ്, രാജാവ് ഇതെല്ലാം ധരിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ രാജാവ് ഇവയെല്ലാം ധരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മഹത്വം, ആദരം പ്രകടമാക്കുന്നു. പക്ഷെ ഈശോയെ ഇവർ ധരിപ്പിച്ചത് എന്താണ്? മുൾക്കിരീടം. ഇത് ധരിപ്പിച്ചപ്പോൾ അവനെ അപമാനിക്കാൻ വേണ്ടിയാണ്. പടയാളികൾ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് തൊഴുകൈ കാണിക്കുന്നതിന് പകരം കൈ നിവർത്തി കരണത്തടിക്കുന്നുണ്ട്, അല്ലേ? അത് അവരെ അപമാനിക്കാൻ ചെയ്യുന്നു. പക്ഷെ സുവിശേഷകന്മാർ വരികൾക്കിടയിൽ പറയുന്ന എന്താണ്? യേശുവിൻ്റെ രാജത്വത്തെ ലോകം മുഴുവനും അംഗീകരിക്കുകയാണ്. യൂതന്മാർ അംഗീകരിച്ചു, റോമാക്കാർ അംഗീകരിച്ചു. യേശു ലോകരാജാവാണ്. അവൻ്റെ രാജത്വം ഈ ലോകത്തിൻ്റെ രാജാക്കന്മാരെ പോലെയല്ല. ഈ ലോകത്തെ രാജാക്കന്മാർ വെച്ച പോലത്തെ കിരീടമല്ല അവൻ വെക്കുക. ഈ ലോകത്തെ രാജാക്കന്മാർ ധരിക്കുന്ന ആടയാഭരണങ്ങളല്ല അവൻ്റേത്. ഈ ലോകത്തെ രാജാക്കന്മാരുടെ അധികാരവടികളല്ല അവൻ്റേത്. അവൻ്റേത് വ്യത്യസ്തമാണ്. അവനിരിക്കുന്ന സിംഹാസനം കുരിശാണ്. അവൻ ധരിക്കുന്ന കിരീടം സഹനത്തിൻ്റെ മുൾമുടിയാണ്. അവൻ്റെ മേലങ്കിയാകട്ടെ സ്വന്തം ചോരയിൽ കഴുകിയെടുത്തതാണ്. ആ രാജത്വത്തിൻ്റെ വ്യതിരിക്തതയാണ് വാസ്തവത്തിൽ ഈ വിവരണത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കള്ളന്മാരെ ഈശോയുടെ 2 വയസ്സും കുരിശിൽ തറച്ചല്ലോ, അതെന്ത് കാര്യത്തിനായിരുന്നു? ആ 2 കള്ളന്മാർ ഈശോയുടെ ചുറ്റും ഉണ്ടായിരുന്നു. അത് പ്രവാചകന്റെ പ്രവചനമാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്, സഹനദാസന്റെ കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ അക്രമികളോടും കൊലപാതകികളോടുമൊപ്പം അവൻ എണ്ണപ്പെട്ടു, അല്ലേ? സഹനദാസന്റെ കീർത്തനമാണത്. അതിൽ പറയുന്നത് മിശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണത്. അവൻ കലാപകാരികളോടും കൊള്ളക്കാരോടും കൊലപാതകികളോടുമൊപ്പം എണ്ണപ്പെട്ടു. ക്രിമിനൽസിനിടയിൽ ആണ് മിശിഹായ്ക്ക് അവർ സ്ഥാനം കൽപ്പിച്ചത്. യെശയ്യായുടെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് കള്ളന്മാരുടെ നടുവിൽ ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുക. നടുവിൽ തറയ്ക്കപ്പെടുന്ന ആള് ഏറ്റവും വലിയ ക്രിമിനൽ എന്നുള്ളതാണ് യഹൂദ പാരമ്പര്യം. ചിലപ്പോൾ കുറേ പേരെ ഒന്നിച്ച് കുരിശിൽ തറയ്ക്കാൻ നിർത്തും. ഒറ്റപ്പെട്ട ഒരു കുരിശുമരണ രീതി ഇല്ല അവിടെ. ഒരു മാസത്തിൽ കുരിശിൽ തറയ്ക്കാനുള്ള എല്ലാവരെയും കൂടെ ഒരു ദിവസം കൊണ്ടുപോയി അങ്ങ് തറയ്ക്കുകയാണ്. അതുകൊണ്ട് ഇവർ കുരിശിൽ തറയ്ക്കാൻ കിടക്കുന്നവരെല്ലാവരും ക്രിമിനൽസ് ആയിരിക്കുമല്ലോ, എന്തെങ്കിലും തോന്നിയാസം കാണിച്ചവരാണല്ലോ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിൽ ഈശോയെ കുരിശിൽ തറച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റുകാരനായി അവർ വിധിച്ചത് ആരെയാണ്? ഈശോയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? മാരം സൺഡേ സ്കൂളിലെ ഷൈനി ടീച്ചറാണ് ചോദ്യം ചോദിക്കുന്നത്. ടീച്ചർ ചോദിക്കൂ. ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചു. അപ്പോൾ നമ്മൾ ഈശോയെ ആരാധിക്കുന്നു. കുരിശിനെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പനെ വെട്ടിയ വാക്കത്തിയെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പനെ വെട്ടിയ വാക്കത്തിയെ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട, അത് എനിക്കൊരു സംശയവും ഇല്ല. അപ്പനെ വെട്ടിയ വാക്കത്തിയെ ആരും ആരാധിക്കേണ്ട കാര്യമില്ല. അതേസമയം കുരിശേൽ ഈശോ മരിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കുരിശല്ല പിന്നീടുണ്ടായ കുരിശ്. പൗലോസ്ലീഹ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിതനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. അതുവരെയും അടിമകളെ ഇല്ലാതാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വഴിയാണ് കുരിശ് എന്ന് പറയുന്നത്.
ഈശോയുടെ മരണത്തിലൂടെ കുരിശിന് മറ്റൊരർത്ഥം കൈവന്നു. എന്താണ്? ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മരിച്ച മാർഗമാണ് കുരിശുമരണം, അല്ലേ? വെട്ടേറ്റ ഏതെങ്കിലും അപ്പൻ ലോകത്തിൻ്റെ മുഴുവനും രക്ഷകനായിട്ടുണ്ടോ? ഇല്ല. ആ ജാതി വെട്ട ആർക്കട്ടും കിട്ടിയിട്ടില്ല, അല്ലേ? അതുകൊണ്ട് മറ്റെല്ലാ മരണവും പോലെ ഒരു മരണമാണ് ഈശോയുടെ മരണമായിരുന്നെങ്കിൽ അത് ഈ പറഞ്ഞ ലോജിക്കിൽ പെടുമായിരുന്നു, ഈ പറഞ്ഞ ന്യായവാദത്തിൻ്റെ പരിധിയിൽ അത് പെടുമായിരുന്നു. പക്ഷെ നമ്മൾ കുരിശിനെ ആരാധിക്കുന്നവരാണോ നമ്മൾ? അല്ല. കുരിശിനെ കാണുമ്പോൾ നമ്മൾ എന്തിനെ ഓർക്കുന്നു? ഈശോയെ, ക്രൂശിതനായ ഈശോയെ ഓർക്കാനുള്ള വഴി മാത്രമാണ് നമുക്ക് കുരിശ്. അതുകൊണ്ട് വാക്കത്തി കാണുമ്പോൾ അപ്പനെ ഓർക്കുന്നില്ല, പക്ഷേ കുരിശ് കാണുമ്പോൾ ഈശോയെ ഓർക്കുന്നു. ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികൾ കുരിശും കഴുത്തെ കെട്ടിക്കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ഇത് മഹാമെനകേടല്ലേ? അപ്പം കട്ടിലേക്ക് കടന്ന് മരിച്ചു, കട്ടിലാരേലും ചുവന്നുകൊണ്ട് നടക്കുമോ? എന്നാൽ ഒരു കട്ടിലൂടെ എടുത്ത് കഴുത്തിലോട്ട് കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് പല വിഘടന ഗ്രൂപ്പുകാരും നമ്മളെ പരിഹസിക്കാറുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലായിരിക്കും ടീച്ചർ ആ ചോദ്യം ചോദിച്ച്, അല്ലേ? പക്ഷെ അതിനുള്ള ഉത്തരം ഇതാണ്: മറ്റ് അപ്പൻ്റെ മരണം പോലെയോ വെട്ടേറ്റ അയൽക്കാരൻ്റെ മരണം പോലെയോ ഒന്നും അല്ല ഈശോയുടെ മരണം. അത് ലോകത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച മരണരീതിയാണ്. ഒരപ്പനും ഞാൻ ഇന്ന് വെട്ടേറ്റ് മരിച്ചേക്കാം എന്ന് തീരുമാനിച്ച് മരിച്ചോ? ഇല്ല. അത് ദൈവിക പദ്ധതിയിലുള്ള മരണരീതിയാണ്. അതുകൊണ്ട് ആ മരണത്തിനൊരു വ്യതിരിക്തതയുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം. 2, നമ്മൾ കുരിശിനെ ആരാധിക്കുന്നില്ല. കുരിശ് നമ്മൾ സ്നേഹിക്കുമ്പോൾ, കുരിശ് നമ്മൾ ഒരിടത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ, കുരിശ് കാണുമ്പോൾ, കുരിശ് ധരിക്കുമ്പോൾ നാം എന്താണ് ഉദ്ദേശിക്കുക? ഈശോ എന്ന വ്യക്തിയോടുള്ള നമ്മുടെ ആത്മബന്ധമാണ്. നമ്മുടെ രക്ഷ അവൻ സാധിച്ച മാർഗത്തെ നാം ആദരിക്കുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുരിശ്. അതിലെ ഈശോ പറഞ്ഞേ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ്. കട്ടിലെടുത്ത് വരാൻ പറഞ്ഞു? ഇല്ല. വാക്കത്തി എടുത്ത് വരാൻ ഈശോ പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞത് കുരിശുമെടുത്ത് വരാനാണ്. അതുകൊണ്ടാണ് നമ്മൾ കുരിശെടുക്കുന്നത്. ആദിമസഭയിൽ ക്രിസ്ത്യാനികൾക്കുള്ള ശിക്ഷയും അതായിരുന്നു. ഒരുവൻ മാമോദീസ സ്വീകരിച്ചാൽ, മാമോദീസ മുങ്ങാൻ വേണ്ടി ഇറങ്ങിയ പുഴയെന്നോ കുളത്തിന്നോ അവൻ കയറി വരുന്നതിന് മുമ്പ് പടയാളികൾ വന്ന് നിൽക്കും. കയറി വന്നാൽ ഉടനെ അവൻ്റെ തോളയിലോട്ട് ഒരു കുരിശങ്ങ് വെച്ചു കൊടുക്കും. നടക്കണമെന്ന് നടത്തി കൊണ്ടുപോയി കുരിശെ തറയ്ക്കുന്ന വലിയ ഗ്രൗണ്ടുണ്ട്, അവിടെ കൊണ്ടുപോയി തൂക്കി തറച്ചിടും. മാമോദീസ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാവുക എന്ന് തന്നെ അർത്ഥം. ആ ഒരു പശ്ചാത്തലത്തിലാണ് സഭയിൽ കുരിശിനോടുള്ള ആദരവ് നാം സൂക്ഷിക്കുന്നത് എന്ന സത്യം ഓർക്കുക. കുരിശിനോടുള്ളൊരു ഭക്തി ഒരുപക്ഷെ രൂപം കൊണ്ടത് കോൺസ്റ്റന്റൈൻ്റെ അമ്മയായ ഹെലേന രാജ്ഞി ഈശോ മരിച്ച കുരിശ് പോയി തപ്പി കണ്ടെടുത്തതിന് ശേഷമാണ് കുരിശിനോടുള്ളൊരു ഭക്തി സഭയിൽ വളർന്നത്. പക്ഷേ കുരിശിനോടുള്ള ആദരവ് സഹനത്തിൻ്റെ പ്രതീകമായി, ഈശോയുടെ മരണത്തിൻ്റെ പ്രതീകമായി കുരിശിനെ കാണുന്ന പതിവ് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കുരിശിൻ്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാകും. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ചോദിക്കൂ. യേശുവിൻ്റെ മരണസമയത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല 2 നടുവേ കീറിപ്പോയി. ഇതെന്തിനാണ് സൂചിപ്പിക്കുക? ഇന്ന് പല ദേവാലയങ്ങളിലും അൾത്താരയ്ക്ക് വിരിയിട്ടുകൊണ്ട് ജനങ്ങളെ മറയ്ക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? കുടുക്കു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്, ഇന്നത്തെ ദേവാലയങ്ങളിൽ വിരിയിട്ടുകൊണ്ട് ജനങ്ങളെ മറയ്ക്കുന്നില്ല, അല്ലേ? മറയ്ക്കുന്നത് ആ ദൈവീക രഹസ്യങ്ങളെയാണ് മറച്ചു വെക്കുന്നത്. ഓക്കെ, സാറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. അതായത് ജെറുസലേം ദേവാലയത്തിൻ്റെ തിരശീല നടുവേ കീറിപ്പോയി എന്ന് പറയുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ മദ്ബഹ, അതിൻ്റെ വിശുദ്ധ സ്ഥലം, അതിനെ സൂചിപ്പിക്കുന്ന എന്താണ്? അത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. ജനം നിൽക്കുന്ന സ്ഥലം ഭൂമിയെയാണ് സൂചിപ്പിക്കുക. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അന്തരം അവസാനിച്ചു എന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? ഇനിമേൽ വിരിയിട്ട് മറയ്ക്കേണ്ടതല്ല, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അന്തരം അവസാനിച്ചു. സ്വർഗം
ഭൂമിയിലേക്ക് വന്നു. ഭൂമിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്. അതാണ് വാസ്തവത്തിൽ പ്രതീകാത്മകമായി ദേവാലയത്തിൻ്റെ തിരശീല കീറി മുകൾ മുതൽ അടിവരെയും കീറിപ്പോയി. കുറച്ചെങ്കിലും കീറിയതല്ല, മൊത്തം കീറിപ്പോയി. എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിൻ്റെ മണ്ട മുതൽ താഴെ വരെയുള്ള ഒരുപാട് വലുതാണ്. ആ മേലെങ്കിൽ അങ്ങ് കീറിപ്പോയി എന്ന് പറഞ്ഞേക്കുന്നു. സാറ് ചോദിക്കുന്നത് ആ കീറിയത് കീറിയിട്ടാൽ പോരെ, എന്തിനാ വീണ്ടും തയ്ച്ചു കൂട്ടി ഇപ്പോഴിട്ടേക്കുന്നതെന്നാണ് സാറിൻ്റെ ചോദ്യം. ഇപ്പോഴത്തെ വിരിയിടുന്നതിൻ്റെ അർത്ഥം ആ സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്നു എന്നുള്ള അർത്ഥം പൂർണ്ണമായും ഇന്നും നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷെ ഇന്ന് ഈ ദൈവീക രഹസ്യങ്ങൾ നമുക്കറിയാം, പൗരസ്ത്യ പാരമ്പര്യങ്ങളിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ശൈലികളുള്ളത്. ഓർത്തഡോക്സുകാർ, യാക്കോബായ സഭകൾ, അതുപോലെ തന്നെ സിറോ മലബാർ സഭകളിൽ പല പ്രദേശങ്ങളിലെ രൂപതകളിലും ഇപ്രകാരം വിരികൾ ഉപയോഗിക്കുന്ന ശൈലിയുണ്ട്. അത് അർത്ഥപൂർണം തന്നെയാണ്. ദൈവീക രഹസ്യങ്ങളോടുള്ള ആദരവ്, സ്നേഹം, അതിനോടുള്ള ബഹുമാനം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന അൾത്താരയെ പൗരസ്ത്യ പാരമ്പര്യത്തിൽ വിശേഷിപ്പിക്കുന്നത് സ്വർഗത്തിൻ്റെ സിംഹാസനം എന്നാണ്. സ്വർഗത്തിലെ സിംഹാസനമാണ് അൾത്താര. അതിൻ്റെ നടുവിൽ പുത്രൻ തമ്പുരാനിരിക്കും, വലതുവശത്ത് ഈശോ മിശിഹായിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ കൊണ്ട് ബൈബിൾ വെക്കുന്നത്. ഇടതുവശത്ത് പരിശുദ്ധാത്മാവിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ സ്ലീവ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു വയ്ക്കുന്നത്. അതൊരു പാരമ്പര്യമാണ്. വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നു, പെട്ടെന്ന് സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, അല്ലേ? അതായത് ഉത്ഥാനശേഷം സ്വർഗത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. സ്വർഗം തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അടച്ചിടുന്നവർ പാപം ചെയ്തു, എന്തോ ദ്രോഹം ചെയ്തു എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. ദൈവം വെളിപ്പെടുത്തുന്ന സമയത്ത് തുറക്കുന്നു, വെളിപ്പെടുത്താത്ത സമയത്ത് അടച്ചിടുന്നു. വിശുദ്ധ കുർബാനയിൽ നിശ്ചിത സമയങ്ങളിൽ ഇത് തുറക്കുന്നു. സ്വർഗത്തിലേക്ക് മനുഷ്യകുലത്തിന് പ്രവേശനം കിട്ടുന്ന രക്ഷാകര രഹസ്യം ആഘോഷിക്കുമ്പോൾ തുറക്കുന്നു, അല്ലാത്തപ്പോഴത് അടച്ചിടുന്നു എന്നുള്ള ഒരു പാരമ്പര്യമാണ് പൗരസ്ത്യ സഭകൾ പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത്. അതും ജെറുസലേം ദേവാലയത്തിൻ്റെ തിരശീല കീറിയതും തമ്മിൽ വലിയ ബന്ധമില്ല. ജെറുസലേം ദേവാലയത്തിലല്ല, ക്രിസ്തീയ ദേവാലയത്തിലാണ് തിരശീല ഇട്ടിരിക്കുന്നത് എന്നോർത്താൽ മതി. ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ മാലം പറമ്പ് സൺഡേ സ്കൂളിലെ ലിസി ടീച്ചറാണ്. ലിസി ടീച്ചർ ചോദിക്കൂ. അച്ഛാ, ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിൽ അന്ധകാരം പടർന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അങ്ങനെ ഒരു അന്ധകാരം ഉണ്ടായോ? ഈ കാര്യത്തിൽ അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അന്ധകാരത്തെക്കുറിച്ച് അച്ഛന് വലിയ അഭിപ്രായം ഉണ്ടോ എന്നുള്ളതാണ് ടീച്ചറിൻ്റെ ഒരു സംശയം. അത് ശരിയാണ്, അന്ധകാരം ഉണ്ടായി എന്ന് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉണ്ടായി എന്ന് തന്നെയാണ്. അതിനെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല, അല്ലേ? യെസ്. അതായത് ഈ അന്ധകാരത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം. അതേ നമുക്ക് പറ്റുള്ളൂ. ലോകത്തിൻ്റെ പ്രകാശമാണ് ആര്? ഈശോ മിശിഹ. ഈശോയുടെ മരണം ലോകത്തെ അന്ധകാരത്തിലാക്കി. അത് വളരെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു, ഇല്ലേ? അന്ധകാരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ദൈവസാന്നിധ്യം അസ്തമിച്ചു. അവൻ്റെ മരണം പ്രപഞ്ചത്തെ ഇരുട്ടിലാഴ്ത്തി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ സൃഷ്ടപ്രപഞ്ചത്തിലെ വെളിച്ചം എവിടെ നിന്ന് വന്നു? അത് ദൈവത്തിൽ നിന്ന് വന്നു. സൃഷ്ടി, ഒന്നാം ദിവസം ദൈവം സൃഷ്ടിച്ചു, പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, പ്രകാശം ഉണ്ടായി. രണ്ടാം ദിവസം ദൈവം പറഞ്ഞു, മൂന്നാം ദിവസം ദൈവം പറഞ്ഞു, നാലാം ദിവസമാണ് ദൈവം പറയുന്നത് സൂര്യനും ചന്ദ്രനും ഉണ്ടാകാൻ പറയും, അല്ലേ? അതായത് ഈ സൂര്യനും ചന്ദ്രനും ഉണ്ടായത് നാലാം ദിവസമാണെങ്കിൽ ഈ ഒന്നാം ദിവസത്തെ പ്രകാശം എവിടുന്നാ വന്നത്? ഒന്നാം ദിവസത്തെ പ്രകാശം വന്നത് ദൈവത്തിൽ നിന്ന് തന്നെ. സൃഷ്ടപ്രപഞ്ചത്തിലെ യഥാർത്ഥ പ്രകാശം എവിടുന്ന് വരുന്നതാണ്? ദൈവത്തിൽ നിന്ന് വരുന്നു. സൂര്യനും ചന്ദ്രനും ഒക്കെ ആ ദൈവപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ പ്രകാശമായവൻ
മരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ന്യായമായും അന്ധകാരം പടരേണ്ടതുണ്ട് എന്നുള്ളത് പ്രതീകാത്മകമായി അവിടെ അവതരിപ്പിച്ചതായി മനസ്സിലാക്കിയാൽ മതി. അത് ശാശ്വതമായൊരു അന്ധകാരമല്ല. അവൻ്റെ ഉത്ഥാനം ആ ഇരുട്ട് മാറുമ്പോഴാണ്. തൊട്ടടുത്ത അധ്യായത്തിൽ ബൈബിള് ആരംഭിക്കുന്നത് എങ്ങനെയാ? പിറ്റേന്ന് അതിരാവിലെ പ്രഭാതമായപ്പോൾ ഇരുട്ട് പയ്യെ മാറിത്തുടങ്ങുന്നതേ ഉള്ളൂ, ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ള വാർത്ത വരുന്നു അല്ലേ? വീണ്ടും വെളിച്ചം വരുമ്പോൾ ഈശോ ഉത്ഥിതനാണ്. ഈശോയുടെ മരണത്തെ പ്രപഞ്ചം സ്വീകരിക്കുന്ന പ്രാപഞ്ചിക അടയാളങ്ങളിൽ ഒന്നായി വേണം നമ്മൾ ഈ അന്ധകാരത്തെ മനസ്സിലാക്കാൻ. അച്ഛാ, ഒരു സംശയം. ഈ അന്ധകാരം ഇന്നും തുടരുന്ന ഒരു പ്രക്രിയയായിട്ട് ചിന്തിക്കാൻ മേലെ എന്ന് പറഞ്ഞാൽ, മനുഷ്യനിൽ ദൈവം എപ്പോൾ മരിക്കുന്നു അപ്പോൾ അവൻ അന്ധകാരത്തിൻ്റെ പിടിയിലാണ് എന്ന് പറഞ്ഞാൽ സാധാരണ പിടിയിലാണ്. സാർ പറഞ്ഞത് വളരെ നല്ല ഒരു നിരീക്ഷണമാണ്. ആധ്യാത്മികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഈശോയുടെ മരണത്തിലൂടെ സംഭവിച്ച അന്ധകാരം ഏതൊരു വ്യക്തിയിലാണോ ഈശോ അന്യനായിത്തീരുന്നത്, ഈശോ അവഗണിക്കപ്പെടുന്നത്, അല്ലെ അവൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് സ്ഥാനമില്ലാതാകുന്നത്, അന്നു മുതൽ ആ വ്യക്തി അന്ധകാരത്തിൻ്റെ പിടിയിലാണ്. സാറിൻ്റെ നിരീക്ഷണം വളരെ ശ്ലാഘനീയമായ നിരീക്ഷണമാണ്. ഇതുപോലെയുള്ള പണ്ഡിതരെയാണ് നമുക്ക് മതബോധനത്തിന് ആവശ്യമായിട്ട്. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? മാലോ സ്കൂളിലെ ആൻഡിച്ച സാറാണ് ചോദിക്കുന്നത്. സാർ ചോദിക്കൂ. അച്ഛാ, ക്രിസ്തു കുരിശിൽ മരിച്ചത് ക്രിസ്തു മതത്തിന് വേണ്ടിയോ ലോകത്തിലെ എല്ലാ ജനത്തിനും വേണ്ടിയോ? അച്ഛനൊന്ന് വിശദീകരിക്കാമോ? ക്രിസ്തു കുരിശേ മരിച്ചത് ക്രിസ്തു മതത്തിന് വേണ്ടിയല്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. കാരണം എന്താണ്? അതിനു മുമ്പ് ക്രിസ്തു മതം ഇല്ലാഞ്ഞല്ലോ, ഇല്ലേ? അതെ, ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം ഇല്ല. നിങ്ങൾ മതാധ്യാപകർ എന്നുള്ള പദം തന്നെ നിങ്ങൾക്ക് ചേർന്നതല്ല. നമ്മൾ എന്താണ്? നിങ്ങൾ വിശ്വാസ പരിശീലകരാണ്. നമ്മളൊരു മതത്തെ അല്ല പഠിപ്പിക്കുന്ന. വാസ്തവത്തിൽ മറ്റെല്ലാ മതങ്ങളോടും മത്സരിക്കുന്ന ലോകമതങ്ങളിൽ ഒരു മതമായി ക്രിസ്തു മതത്തെ മനസ്സിലാക്കുന്നത് വിഡ്ഢിത്തമാണ്. അതല്ല ഈശോ വിവക്ഷിക്കുന്നതും സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നതും അതല്ല. നാം ഒരു മതത്തോടും കലഹിക്കാൻ പോകുന്നില്ല, ഒരു മതത്തോടും മത്സരിക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തുമതം എപ്പോഴും സമാധാന പക്ഷത്ത് നിലകൊള്ളുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാം ഒരു പ്രലോഭനമാണ്. എന്ത്? മറ്റ് മതങ്ങളെപ്പോലും ഒരു മതമാണ്, അല്ലേ? ഇപ്പം നമ്മളാണ് ലോകത്ത് 1-ാം നമ്പർ, എന്നെങ്കിലും നമ്മുടെ 1-ാം സ്ഥാനം പോകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വ്യഗ്രതപ്പെടുന്ന ആളുകളെ പലപ്പോഴും കാണാറുണ്ട്. അത് അടിസ്ഥാനമില്ലാത്ത വാദമാണ്. എന്താണ് ക്രിസ്തീയത എന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ, ഈശോ മിശിഹായിലൂടെ പൂർത്തിയാക്കിയ ആ രക്ഷാകര രഹസ്യത്തിൽ വിശ്വസിക്കുന്ന, ആ രക്ഷാകര രഹസ്യത്തിന് സാക്ഷികളാകാൻ ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നു. ആ ക്ഷണം സ്വീകരിക്കാൻ കൃപ കിട്ടിയവരാണ് ആര്? ക്രിസ്ത്യാനികൾ. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ഈ രക്ഷണീയ രഹസ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ഒരെണ്ണം അടുക്കുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈശോയുടെ കുരിശുമരണം നമുക്ക് വേണ്ടിയല്ല, ഒരു മതത്തിനും വേണ്ടിയല്ല, അത് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ്. നാം ആരാണ്, ക്രൈസ്തവർ ആരാണ് എന്ന് ചോദിച്ചാൽ ഇത് വിശ്വസിക്കാനുള്ള കൃപ, ഭാഗ്യം കിട്ടിയവരാണ്. അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഈ ദൈവിക രഹസ്യത്തിലേക്ക് അടുപ്പിക്കണം. അതിന് പരാജയം സംഭവിക്കുമ്പോഴാണ് നമ്മളും മറ്റൊരു മതമായി ഇതര മതങ്ങളോട് കലഹിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകുന്നത്. അത് സുവിശേഷത്തിൻ്റെ അരൂപിയല്ല എന്നുകൂടി തിരിച്ചറിയും. അത് മതാധ്യാപകരായ നമുക്കൊരു പുതിയ ദർശനമാണ്. തീർച്ചയായും മതാധ്യാപകരെന്ന് പറയുന്നത് വിശ്വാസ പരിശീലകരായ നമുക്കൊരു പുതിയ ദർശനമാണ്. പറമ്പ സൺഡേ സ്കൂളിലെ സോജി ടീച്ചറാണ് ചോദ്യം ചോദിക്കുന്നത്. ടീച്ചർ ചോദിക്കൂ. എൻ്റെ സംശയം, യേശുവിനെ കൊന്നവരും കൂട്ടുനിന്നവരും പ്രേരിപ്പിച്ചവരും അവർ രക്ഷ പ്രാപിക്കുമോ? യേശുവിനെ കൊന്നവരൊക്കെ രക്ഷപ്പെടുവോ എന്നുള്ളതാണ് സോജി ടീച്ചറിൻ്റെ വലിയൊരു ചോദ്യം, അല്ലേ? യെസ്. ഇനി ചോദിക്കാനുണ്ടോ?
അവർ രക്ഷ പ്രാപിച്ചതായി കാണുന്നില്ല. അപ്പോൾ സോജി ടീച്ചറിൻ്റെ ചോദ്യം, ഈ യഹൂദന്മാർ അല്ലെങ്കിൽ റോമാക്കാർ രക്ഷപ്പെടുവോ? ഇതാണ് ചോദ്യം, ഇല്ലേ? രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അന്തിമ ഉത്തരം പറയാൻ എനിക്കാകിയാൽ. കാരണം എന്താണ്? അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യം. പക്ഷേ സാഹചര്യ തെളിവുകൾ വെച്ച് നമുക്ക് ചില നിഗമനങ്ങളിലെത്താം, അത്രേ പറ്റുള്ളൂ. അവർ സ്വർഗത്തിൽ എത്തിയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അവിടെ എത്തണം. എത്തിക്കഴിഞ്ഞിട്ട് നോക്കാം, ഇഷ്ടമൊക്കെ ഇവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലേ ഇല്ല. അപ്പോൾ ടീച്ചറിൻ്റെ ചോദ്യം, ഇവർ രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സാഹചര്യ തെളിവുകൾ വെച്ച് ഞാൻ പറയാം. ഒന്ന്, ഈശോ അവരോട് നിരുപാധികം ക്ഷമിച്ചു, ഇല്ലേ? ദൈവം ഒരു വ്യക്തിയെ നിരുപാധികം ക്ഷമ കാണിക്കുകയും ആ വ്യക്തിയെ പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. ഈശോ അതാ ചെയ്ത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നിവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതാരാ? സാക്ഷാൽ ഈശോയാ പറയുന്നു, അല്ലേ? ഈശോ അപ്രകാരം ഒരു വ്യക്തിയെ ക്ഷമിച്ച് പിതാവിന് സമർപ്പിച്ചാൽ ആ വ്യക്തിയുടെ രക്ഷ സാധിക്കില്ലേ? സാധ്യമാവില്ലേ? സാധ്യമാവും, തീർച്ചയായും സാധ്യമാകേണ്ടതാണ്. അതുകൊണ്ട് ഈശോയെ കൊന്ന റോമാക്കാർക്കെതിരെയോ അതുപോലെ ഈശോയെ കൊല്ലുന്നതിന് വഴിയൊരുക്കിയ യൂതന്മാർക്കെതിരെയോ ആരും കലാപത്തിന് മുതിരേണ്ട കാര്യമില്ല. പണ്ട് കാലത്ത്, മധ്യകാലത്തൊക്കെ അങ്ങനത്തെ രീതി ഉണ്ടായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി കഴിഞ്ഞേച്ച് എന്നിട്ട് ഏതെങ്കിലും യഹൂദനെ തല്ലുന്ന പതിവുണ്ടായിരുന്നു. വഴിയെ കാണുന്ന ഒരു യഹൂദനെ പിടിച്ച് രണ്ട് കൊടുക്കുക, നീ അല്ലേടാ ഈശോ മിശിഹായെ കൊന്നത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ അതുണ്ടായിരുന്നു, അല്ലേ? നീച യൂതർ നാലുപാടും വലിക്കുന്നു ചവിട്ടുന്നയ്യോ എന്നൊക്കെയുള്ള പാട്ടുണ്ടായിരുന്നു, അല്ലേ? നീച യൂതർ എന്നുള്ളത് മാറ്റി നീചമർത്യർ എന്ന് പാടാൻ സഭ തന്നെ നിർദ്ദേശിച്ചു. അതൊരു മാറ്റമാണ്. യൂതന്മാരെ അങ്ങനെ അവരുടെ പാപമായിട്ടല്ല അത് കരുതുന്നത്. ആ കാലഘട്ടത്തിലെ ആ ചില അധികാരികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി എവിടെയെങ്കിലും തെറ്റ് ചെയ്താൽ സർവ്വ ക്രിസ്ത്യാനികളും അതിന് ഉത്തരവാദികളാണ്, അല്ല. ഏതെങ്കിലും അച്ഛൻ എവിടെയെങ്കിലും തെറ്റ് ചെയ്താൽ സകല അച്ഛന്മാരും സകല ക്രിസ്ത്യാനികളെയും ചീത്ത വിളിക്കുന്നത് ശരിയാണ്? അല്ല. അതുപോലെയാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആ സമൂഹത്തിലെ ഒറ്റപ്പെട്ട വ്യക്തികളുടെ പ്രവൃത്തിയായിട്ട് തന്നെ അതിനെയും മനസ്സിലാക്കണം. കയ്യാപ്പാസ്, അന്നാസ് അവരുടെ കിങ്കരന്മാരുടെ ചില നിലപാടുകളായിട്ട് അതിനെടുക്കേണ്ടതുള്ളൂ. അല്ലാതെ അത് യഹൂദ വർഗത്തിൻ്റെ മുഴുവനും പാപമായി യേശുവിൻ്റെ കുരിശുമരണത്തെ അവതരിപ്പിക്കുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന അന്യായമാണ്. ആ അന്യായം ചരിത്രത്തിൽ പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ആവർത്തിക്കാൻ പാടില്ലാത്ത അപരാധമാണ് താൻ. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ വളരെ നല്ല ചോദ്യങ്ങൾ ചോദിച്ച് താല്പര്യപൂർവ്വം നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അല്ലേ? നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്നറിയാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അച്ഛനോട് തീർച്ചയായും ഈ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഈ ക്ലാസ് നയിച്ച, നമ്മുടെ സംശയങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പാംബ്ലാനി അച്ഛന് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് കാസർഗോഡ് ജില്ലയിലെ മാലോം, പറമ്പ എന്നീ സൺഡേ സ്കൂളിലെ അധ്യാപകരാണ്. നിങ്ങൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഈ ചർച്ചകളിൽ പ്രേക്ഷകരായി നിങ്ങളും വളരെ താല്പര്യപൂർവ്വം പങ്കെടുത്തു എന്ന് വിചാരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ഷാലോമിലേക്ക് എഴുതി അറിയിക്കുമല്ലോ. എഴുതേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സി കാറ്റ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഈ വിഷയത്തെക്കുറിച്ചുള്ള തുടർ ചർച്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി.